ആദ്യം തന്നെ വീഡിയോയ്ക്ക് ഞാൻ ഡിസ്ക്ലൈമർ വെക്കുകയാണ്. എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഹലോ, ജാസിയാണ്. ഈ ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും, ജാസി. ഈ ഈ കുട്ടിയെ ഞാൻ എന്താ പറയുക, ഇവര് സേഫാണ്. സോ ഇവരെ നിങ്ങൾക്ക് അറിയായിരിക്കും, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക്. പുള്ളിക്കാരി ഒരു ട്രാൻസ് വുമൺ ആണ്. പുള്ളിക്കാരിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഇവര് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്. പിന്നെ പുള്ളിക്കാരി കള്ളം പറയാറില്ല, സത്യസന്ധതയാണ് മെയിൻ. ഒരു 3 lakhന് മുകളിൽ എന്തായാലും 3 lakhന് മുകളിൽ ഈ വാച്ചിനുണ്ട്. സ്പൈറൽ വാച്ചിന്റെ വില എന്ന് പറയുന്നത് 51,40,000 രൂപയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീയായിട്ട് നടക്കുന്ന സമയത്ത്? ഇതാകുമ്പോൾ നമുക്ക് ഏതൊക്കെ പാതകത്തിന് എവിടെയും ഇറങ്ങി നടക്കാമല്ലോ. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ഇപ്പൊ നേരിലുമാണ്. സോ ഈ യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരി പ്രസവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഓൺലൈൻ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. സോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നുണ പറയുന്നല്ല, സീരിയസ്ലി. ഇപ്പൊ എനിക്ക് 5. സോ ഈ വീഡിയോ ഇട്ട് കമന്റ് ബോക്സിൽ മൊത്തം ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇതൊക്കെ എന്തിനാണ് ഇത്ര ഷോ കാണിക്കുന്നത്, അതാണെന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അമ്മയാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ പ്രസവിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചപ്പം പുള്ളിക്കാരി ഒരു വീഡിയോ തിരിച്ചിട്ട്, എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ സറോഗസി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കാം. എന്റെ കുട്ടീനെ അഡോപ്റ്റ് ചെയ്താന്നുള്ളത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു. എന്നാൽ അത് ആദ്യം അങ്ങനെ പറയണമായിരുന്നു. മീഡിയ ചോദിക്കുമ്പോ അങ്ങനെ പറയണം, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലാണ്ട് അവിടെ ഒന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് 5. ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം. ഈ തെളിവുകൾ എങ്ങും പോകത്തില്ല, അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. അതാണ് പ്രശ്നം. ഞാൻ ആ മീഡിയയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ അമ്മയാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചത്. സോ ബാഡ്. ഗർഭം കലക്കി ഉഗ്രൻ. ഈ ആൾക്കാർ വന്നിട്ട് എന്താ കമ്മ്യൂണിറ്റിയുടെ കുണ്ടിയിലെ ലോക്ക് അടിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ കഴപ്പമാരത്തെ. സോ ഗൈസ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ബബ്ബ അടിച്ച് എന്ത് ലാംഗ്വേജാ പറയുന്നതെന്ന് മനസ്സിലാകാണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഏതൊരു നോർമൽ മനുഷ്യനും ചെയ്യുന്ന പോലെ ഞാൻ സർജറി ചെയ്തിട്ടില്ല, എന്നാൽ നിനക്ക് ഞാൻ കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്ത് തുണി പൊക്കി കാണിച്ചു കൊടുത്തു. എന്നോട് ചോദിക്കുക, ജാസി എന്താണ് ജാസി സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ചൊരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. സോ ഇതിലെ പ്രശ്നം പുള്ളിക്കാരി മനസ്സിലാക്കുന്നില്ല. പുള്ളിക്കാരി സർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളെ സർജറി ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി വിളിച്ചിട്ട് തുടിയൂരി ഞാൻ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു എന്ന് പറയുന്ന 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചെറ്റ പട്ടി നാറി ചേറ്റ. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക സർജറി കാണുന്നുണ്ട്. ഞാൻ അയ്യടാ അതിനൊക്കെ വേറെ ആളെ നോക്കണം. എന്നാ കാണിച്ചോന്ന് പറഞ്ഞത്. ഏരപ്പേ, നിന്നോട് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ, മോക്ക് കാണണോ? എന്നോട് കാണണം എന്ന് പറഞ്ഞോ?